ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിഗ്രി മീഡിയയുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മുടെ ഫിഫ്ത്ത് സെമ്മിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാട്ടോ. എല്ലാവരും ചോദിക്കും ഫോർത്ത് സെമ്മ് കഴിഞ്ഞിട്ടല്ലേ ഫിഫ്ത്ത് സെമ്മ്, അപ്പോൾ എന്താ ഫോർത്ത് സെമ്മ് എടുക്കണില്ലേ, എന്താ ഫോർത്ത് സെമ്മിന് വേണ്ടേ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതിൻ്റെ ആൻസർ ഒന്നേ ഉള്ളൂ. ഫോർത്ത് സെമ്മും ഫിഫ്ത്ത് സെമ്മും ചിലപ്പോൾ പെട്ടെന്ന് എക്സാം കോവിഡിൻ്റെ ഈ ഒരു പിന്നെ പാനിക് സിറ്റുവേഷൻ ഒഴിവായാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയ എല്ലാവർക്കും കിട്ടും ചെയ്യും. ഒരു സസ്റ്റൈനബിൾ ആണല്ലത്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഫിഫ്ത്ത് സെമ്മിൻ്റെ ഏതാനും ചില സബ്ജക്റ്റുകളിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഫിഫ്ത്ത് സെമ്മിന് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യോളജിക്കാർക്ക് 5 സബ്ജക്റ്റ് ഉണ്ടാവുക. എല്ലാവർക്കും അതിന് ഉണ്ടാവുക ഒരു ഓപ്പൺ കോഴ്സ് 5 സബ്ജക്റ്റിൽ. അപ്പം അതിൽ ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. എന്താണ് സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി? അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്, ഈ പാഠഭാഗത്തിൽ, ഈ ഒരു ബുക്കിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി പറഞ്ഞൊരു ഭാഗം. അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാഠഭാഗം. അത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു പാഠഭാഗമാണ്. കാരണം എല്ലാവർക്കും അറിയുന്ന ഒന്നാണല്ലോ അത്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ, നാനാർത്ഥത്തിൽ ഏകത്വം എന്നൊക്കെ എല്ലായിടത്തും കേൾക്കുന്നൊരു സംഭവമാണ്. അപ്പം വ്യത്യസ്ത മതം, ജാതി, വംശം എന്നിട്ടും മനുഷ്യൻ ഒരു കേന്ദ്രത്തിലേക്ക് ഒരുമിച്ച് കൂടി നിൽക്കുന്നു എന്നാണ്. അപ്പം ഈ ഒരു സമൂഹത്തിൻ്റെ സവിശേഷത അതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞത്, നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ് ഡൈവേഴ്സിറ്റിയാണ്, വിഭിന്നമാണ്, ഐക്യമില്ലാത്തതാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജാതിയാണെങ്കിലും മതമാണെങ്കിലും ടെറിറ്ററി ആണെങ്കിലും, അതായത് ഭൂപ്രകൃതി ആണെങ്കിലും, വംശീയപരമായിട്ടാണെങ്കിലും ജാതീയപരമായിട്ടാണെങ്കിലും എല്ലായിടത്തും നമുക്ക് എന്തുണ്ട്, ഒരു നാനാർത്ഥമാണുള്ളത് അല്ലേ. നാനാർത്ഥം പറഞ്ഞാൽ ഏകീകരണമില്ലാത്തത്. അപ്പം ഈ ഒരു ഡൈവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഈക്വാലിറ്റിയിലേക്ക്, ഒരു ഏകീകരണത്തിലേക്ക്, യൂണിറ്റിയിലേക്ക് വരുന്ന ഒരു സൊസൈറ്റി, ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം എന്നുള്ളത്. നമ്മള് ഈ ഒരു ബുക്കില് സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി പറഞ്ഞ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടിച്ചെടുക്കണ, അതിന്റെ ലേബലിൽ അടിച്ചെടുക്കണ മലയാളത്തിന്റെ ബുക്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി തരുന്ന മെറ്റീരിയലിന്റെ ലേബലിലൊന്നല്ലായിരിക്കും അതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലായിരിക്കും ഇതിനുണ്ടാവുക. നമ്മൾ രണ്ടും കൂടിയിട്ട് ആണ് എടുക്കുന്നത്. മലയാളത്തിൻ്റെ ടെക്സ്റ്റും അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റഡി മെറ്റീരിയലും ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് പോകുന്നത്. നമ്മുടെ ക്ലാസ് പറഞ്ഞാൽ ഒരു മൊഡ്യൂള്, ഒരു ക്ലാസ് ഒരു വീഡിയോ എന്നുള്ളത് ഒരു ക്ലാസ് മൊത്തം ഉണ്ടാവില്ല, പാർട്ടായിരിക്കും. 2 പാർട്ടായിരിക്കും. ഒരു മൊഡ്യൂൾ 2 പാർട്ടായിരിക്കും ഉണ്ടാവുക. കാരണം മനസ്സിലാകാൻ, കൂടുതൽ എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പറഞ്ഞു പോയാൽ മതിയല്ലോ, മനസ്സിലാവണമല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ചർച്ച ചെയ്യാം അല്ലേ. നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2 തരത്തിലുള്ള സമൂഹങ്ങൾ തന്നെ നമ്മൾ കാണല്ലേ പൊതുവായിട്ട്. റൂറലും അതേപോലെ തന്നെ അർബണും, നഗരം, ഗ്രാമം അല്ലേ. സത്യം പറഞ്ഞാൽ എന്താണ് ഗ്രാമം? ഒരു ഗ്രാമം എങ്ങനെ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ സവിശേഷതകൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഇറക്കണ മറ്റേ യൂണിവേഴ്സിറ്റി അല്ല, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് പ്രസിദ്ധീകരണങ്ങൾ നടക്കുന്ന ടെക്സ്റ്റിൽ ചിലപ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇത് കാണണമെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ എന്തൊക്കെയാണ് പോകണം, സ്റ്റഡി മെറ്റീരിയൽ, ഇംഗ്ലീഷ് സ്റ്റഡി മെറ്റീരിയൽ പോകണം. ഓക്കെ, അപ്പോൾ ഏതായാലും പറയാം അല്ലേ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, റൂറൽ, ഗ്രാമീണ മേഖലകളിലെ ഒരു സവിശേഷതകളാണ് പറയുന്നത്. നമ്മുടെ പണ്ട് കാലങ്ങളിൽ തന്നെ എന്തുണ്ടായിരുന്നു,
ജനങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഒരു സംഘം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവര് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു സാഹചര്യത്തിൽ അവര് മുഖ്യമായിട്ടും നോക്കിയിരുന്ന ഒരു അപ്രോച്ച് അഗ്രികൾച്ചർ അപ്രോച്ച് ആയിരുന്നു. കാരണം പിന്നെ അതായിരുന്നു അന്നൊന്നും പിന്നെ ആളുകള് ഫുഡ് അല്ലേ, വെറും ഭക്ഷണമാർഗം മാത്രം ആലോചിച്ചത് കൊണ്ട് തന്നെ അവരെന്തായിരുന്നു, കാർഷിക മേഖലയ്ക്കാണ് അന്ന് പ്രാധാന്യം കൊടുത്തിരുന്നത്. അങ്ങനെ അവര് ആ ഒരു പിന്നെ എങ്ങനെയാണ് കാർഷിക മേഖല അതിൻ്റെ ഒരു അറിവിനെ കുറിച്ചും അതിൻ്റെ സ്കില്ലിനെ കുറിച്ചും അവരെന്തായി അറിയാൻ തുടങ്ങി എന്നുള്ളതാണ്, കൂടുതൽ അറിയാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ ഒരു സ്ഥിരമായിട്ടുള്ള ജീവിതം തുടങ്ങിയപ്പോൾ മനുഷ്യ സമൂഹം കൂടുതൽ നിശ്ചലമായെന്നതാണ്. ഈ ഒരു സംഭവം എന്താ വെച്ചാല്, നമ്മുടെ മനുഷ്യന്മാര് ശരിക്കും അതിനിപ്പോ അടുത്ത ഞാൻ പറയാണ്, മനുഷ്യന്മാര് ശരിക്കും ആദ്യത്തെ മനുഷ്യന്മാര് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ, ഒരു നാടോടികളായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തികളായിരുന്നു. സ്ഥിരതയില്ലാത്ത ഒരു ജീവിതമായിരുന്നു എന്തുണ്ടായിരുന്നു, മനുഷ്യർ സെറ്റിൽഡ് ലൈഫ് അവർക്കില്ലായിരുന്നു. അവരെന്താ വെച്ചാൽ ഒരു നോംബഡിക് മോഡ് ഓഫ് ലൈഫ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് മാറി എന്നുള്ളതാണ് ഈ ഹ്യൂമൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഒരു വില്ലേജ് ഉണ്ടായതെന്നാണ്, ഒരു വില്ലേജ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അല്ലേ, ഒരു സ്ഥലമാണല്ലോ വില്ലേജ്. അപ്പൊ എമർജൻസ് ഓഫ് വില്ലേജ് അത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് ദാറ്റ് മാൻ ഹാസ് പാസ്ഡ് ഫ്രം നോമഡിക് മോഡ് ഓഫ് കളക്റ്റീവ് ലൈഫ്. അതായത് മനുഷ്യൻ എന്തായി, നാടോടികളായിട്ടുള്ള കൂട്ടമായ ജീവിതത്തിൽ നിന്ന് പാസ്ഡ് ഫ്രം ടു ദ സെറ്റിൽ വൺ ആണ്, ഒരു പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ പോയി. ആ ഒരു പോയതിന്റെ സാഹചര്യത്തിൽ അവിടെ എന്തുണ്ടായി, സ്ഥിരതാമസം ഉണ്ടായി, ഒരു വില്ലേജ് രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, അതിന്റെ പോപ്പുലേഷൻ ലെവൽ എന്നുള്ളത് എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. മേ ബി എന്നൊന്നുമില്ല, അതെന്തായിരിക്കും ഒരു 500 താഴത്തായിരിക്കും. 500-ൽ കൂടുതൽ പോപ്പുലേഷൻ ഒന്നും ഉണ്ടാവില്ല ഏതില്, ഒരു വില്ലേജില്. ജനസംഖ്യ പിന്നെ 500-ൽ കുറവായിരിക്കും. അപ്പൊ ഇന്ത്യ എന്നുള്ളത്, നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ എന്നുള്ളത് എന്താണ്, ഒരു വില്ലേജ് അല്ലെ, വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കാരണം കൂടുതൽ വില്ലേജുകളാണ് ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും പിന്നെ മേജറായിട്ട് അതിലുള്ളത് വില്ലേജ് തന്നെയാണ്. വില്ലേജ് എന്ന് പറയുമ്പം റൂറൽ ആയിട്ടുള്ള ഏരിയകൾ, ഗ്രാമപ്രദേശങ്ങളിലാണല്ലോ ഈ വില്ലേജുകൾ ഉണ്ടാവുക. സോ വില്ലേജുകളാണ് ഏറ്റവും കൂടുതൽ. ഇനി സോഷ്യോളജിസ്റ്റ് അവര് പിന്നെ നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര നിരീക്ഷകന്മാരുണ്ടാവില്ലേ, അവര് സത്യത്തിൽ ഈ ഒരു വില്ലേജിന് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ, അത് പോപ്പുലേഷൻ ആയിരുന്നു. അതേപോലെ പോപ്പുലേഷൻ, അതിലെ ജനസംഖ്യയെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പിന്നെ ഭൂമിശാസ്ത്രമായിട്ടുള്ള ഘടനയെക്കുറിച്ചും അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചുമുള്ള അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടായിരുന്നു എന്തായിരുന്നു അവര് ഈ പിന്നെ ഒരു വില്ലേജിനെ ഡെഫിനിഷൻ ചെയ്തിരുന്നത്. ഇന്ത്യയിൽ വില്ലേജിനെ ഡെഫിനിഷൻ ചെയ്തിരുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ, ഫിസിക്കൽ സ്ട്രക്ചർ ആൻഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഈ സോഷ്യോളജിസ്റ്റുകൾ. അത് ഒരു പോയിന്റ് ആണ് അതൊക്കെ. അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഒക്യുപ്പേഷൻ ആണ് ഓഫ് ദ ഇന്ത്യൻ ആൻഡ് മെജോറിറ്റി പീപ്പിൾ ഇൻ ഇന്ത്യ ലീവ്സ് ഇൻ ദ വില്ലേജ്. നമ്മൾ പിന്നെ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഇത് പറയണത് എന്താ വെച്ചാല്, പിന്നെ ഈ ഒരു കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുക വഴി എല്ലാവരുടെയും ജോലികളും കാർഷികപരമായിട്ടുള്ള ഒരു അപ്രോച്ചിലായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ മേജർ പീപ്പിളൊക്കെ, മെജോറിറ്റി ആയിട്ടുള്ള പീപ്പിളൊക്കെ, മനുഷ്യന്മാരും, അതായത് ഇന്ത്യയിലെ പിന്നെ ഒട്ടുമിക്ക മനുഷ്യരും ജീവിക്കുന്നത് എവിടെയാണ്, വില്ലേജുകളാണ്.
എന്തപേക്ഷിച്ച് അർബൻ ഏരിയകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് എന്താണ്? വില്ലേജ് റൂറൽ ഏരിയകളിലാണ് എന്നുള്ളതാണ്. കാരണം അഗ്രികൾച്ചർ ആണ് ഇവരുടെ ഒക്യുപ്പേഷൻ. അതുകൊണ്ട് അഗ്രികൾച്ചർ ഒക്യുപ്പേഷൻ ആയിട്ടുള്ള ഒരാൾ അർബൻ ഏരിയക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. നോട്ട് ദിസ് പോയിന്റ്, നോട്ട് ദാറ്റ് പോയിന്റ്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ അഗ്രികൾച്ചർ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ അവിടെ എല്ലാവരുടെയും ജോലി എന്തായി? അഗ്രികൾച്ചർ ബേസ്ഡ് ആയി, ആ അപ്രോച്ചിലായി. സോ എല്ലാവരും വില്ലേജിൽ മെജോറിറ്റി പീപ്പിൾ വില്ലേജിൽ താമസിക്കാൻ തുടങ്ങി. ഇനി വില്ലേജസ് ഹെൽപ്പ് ഇൻ സ്ട്രെങ്തിങ് അവർ സോഷ്യൽ. ഇനി ഈ ഒരു സംഭവങ്ങൾ, ഈ വില്ലേജുകൾ ഉണ്ടല്ലോ, ഈ പ്രദേശങ്ങൾ, അവര് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇന്ത്യയുടെ സോഷ്യൽ സമ്പ്രദായ ഇന്ത്യൻ സൊസൈറ്റിയെ സഹായിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ നോക്കുന്നത്. അവര് എന്തുണ്ടായി? ഈ സോഷ്യൽ ബോണ്ട്സ് അതിനെ കൂടുതൽ സ്ട്രെങ്ത് നൽകി എന്നുള്ളത്, അതിനെ ഉറപ്പിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഉറപ്പിച്ചത് ഈ വില്ലേജുകളാണ്. ഒരു സമൂഹം ഉണ്ടായത് വില്ലേജുകളിൽ നിന്നാണ്. ആൻഡ് ബ്രിങ്ങിങ് ടു അവർ സൊസൈറ്റി ഇൻ മെനി വേസ്. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രാമപ്രദേശങ്ങൾ എന്താണ് നമ്മുടെ സമൂഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പിടിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറുകൾ കാത്തു സൂക്ഷിക്കുന്നത്, അല്ലേ? നമ്മുടെ ഒരു കൾച്ചർ കാത്തു സൂക്ഷിക്കുന്നത് എവിടെയാണ്? അത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അർബൻ ഏരിയയിൽ വേറെ കൾച്ചർ ആയിരിക്കുമല്ലോ. ഗ്രാമപ്രദേശങ്ങളിലെ കൾച്ചറുകൾ കാത്തു സൂക്ഷിക്കുന്നു. ഈ ഒരു എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ചില രീതിയിലുള്ള റീസെന്റ് ചില ചേഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിലുള്ള ഡൈവേഴ്സിറ്റിയാണ് എന്തിലുള്ളത്? ഈ ഒരു ഇന്ത്യയിലുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലാവുമ്പോഴും ചില രീതിയിലുള്ള ഡൈവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അതായത് മൾട്ടി സോഷ്യലിസം, മൾട്ടി ലിംഗ്വിസ്റ്റിക്, അതേപോലെ തന്നെ മൾട്ടി റിലീജിയസ്, മൾട്ടി കാസ്റ്റ്, മൾട്ടി റാഷ്യൽ, അതേപോലെ തന്നെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, കൂടുതലായിട്ടുള്ള കുറെ സാമൂഹികപരമായിട്ടും ഭാഷാപരമായിട്ടും മതപരമായിട്ടും ജാതിപരമായിട്ടും കുറെ ആളുകൾ ജീവിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനത്തിൽ വില്ലേജിലാണെങ്കിലും ഈ ഒരു സമ്പ്രദായം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഇന്ത്യൻ സാമൂഹിക ഘടനയുടെ പ്രധാന സവിശേഷത പ്രധാനമായും ഗ്രാമീണ ആവാസ വ്യവസ്ഥയാണ്. ചെറിയ ഗ്രാമങ്ങൾ, അല്ലേ? ഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്താ പറയുക? ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ആവാസ വ്യവസ്ഥ, ചെറിയ ഗ്രാമങ്ങളാണ് ഇന്ത്യയിൽ ആ ഒരു സവിശേഷതകൾ പെട്ടതാണ് ചെറിയ ഗ്രാമങ്ങൾ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മൾട്ടി റിലീജിയസ്, മൾട്ടി കാസ്റ്റ്, അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഇതിലുണ്ട്, ഈ ഗ്രാമങ്ങളിലുണ്ട്. അതേപോലെ തന്നെ ദ കമ്മ്യൂണൽ ഓർഗനൈസേഷൻ, ഈ ഒരു സാമുദായിക സംഘടനകൾ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ സാമുദായിക സംഘടനകൾ വളരെ ആക്റ്റീവായി തുടങ്ങി, അല്ലേ? കാരണം സോഷ്യൽ ലൈഫിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സാമുദായിക സംഘടനകൾക്ക് എന്തുണ്ടായിരുന്നു? വളരെ അധികം ആക്റ്റീവ് ഉണ്ടായിരുന്നു, പ്രവർത്തനക്ഷമമായിരുന്നു. കാരണം ഈ ഒരു റിസൾട്ട് ഉണ്ടായത് കമ്മ്യൂണൽ ക്ലാഷസ് ഉണ്ടാവില്ല, ഈ സാമുദായിക പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു സാമുദായിക സംഘടനകളുടെ പ്രവർത്തനക്ഷമത. അത് എല്ലാ മേഖലയിലും നമുക്ക് ഈ ഒരു സാമുദായിക സംഘടനകൾ കാണാൻ കഴിയുന്നത്, അർബൺ ആണെങ്കിലും റൂറൽ ആണെങ്കിലും. ദ വില്ലേജ് ഫോം ഓഫ് ദ യൂണിറ്റ് വൺ ഓഫ് ദ റൂറൽ സൊസൈറ്റി, അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, റൂറൽ സൊസൈറ്റി ആണ് വില്ലേജ് എന്നുള്ളത്. റൂറൽ സൊസൈറ്റിയുടെ ഒരു ഫോമാണ്. അതേപോലെ തന്നെ സ്ട്രക്ചർ, നമ്മൾ ഈ വില്ലേജ് ഫോമിന് ഒരു സ്ട്രക്ചർ, റൂറലിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. റൂറലിന് അതൊരു ഫാമിലി, കാസ്റ്റ് സിസ്റ്റം, ഫാമിലി, കുടുംബം, അതേപോലെ തന്നെ ജാതി വ്യവസ്ഥ, ഇന്റേണൽ അതിൻ്റെ ഉള്ളിലത്തെ സംഘടനകൾ,
റിലീജിയൻ, മതം, എക്കണോമിക് സിസ്റ്റം, എന്താ അതിൻ്റെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക സാധ്യതകൾ. ഓക്കെ, അതാണ് എക്കണോമിക് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സ്ട്രക്ചറാണ് എന്തിനുള്ളത്, ഒരു റൂറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ പറയാനുള്ളത് മേജർ ഓഫ് റൂറൽ സൊസൈറ്റി, മേജർ ഫീച്ചേഴ്സ് ഓഫ്, അതായത് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ. സവിശേഷതകൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ പറയാനുണ്ട്. അതിലൊന്നാണ് ദ വില്ലേജ് ഈസ് ദ ഓൾഡസ്റ്റ് പെർമനന്റ് കമ്മ്യൂണിറ്റി ഓഫ് എ മാൻ. അല്ലേ, വില്ലേജ് എന്താണ്, വളരെ പ്രാചീനമായിട്ടുള്ള നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, സംഘമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ബോഗാർഡസോ എന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ സൊസൈറ്റി ഹാസ് ബീൻ കാർഡിലി ഇൻ ദ റൂറൽ ഗ്രൂപ്പ്. ഹ്യൂമൻ സൊസൈറ്റി, അതായത് മനുഷ്യ സമൂഹം ഉണ്ടായിത്തീർന്നിട്ടുള്ളത് റൂറൽ ഗ്രൂപ്പുകളിൽ നിന്നാണ്. മനസ്സിലായില്ലേ, ഗ്രാമീണ സംഘങ്ങളിൽ നിന്നാണ് എന്തുണ്ടായത്, ഈ ഒരു ഹ്യൂമൻ സൊസൈറ്റി രൂപപ്പെട്ടത് എന്നുള്ളത്. ഇനി നമുക്ക് റൂറൽ കമ്മ്യൂണിറ്റി, അത് ഈ റൂറൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അത് സിംപിളി ഡിഫൈൻഡ് എന്ന് നമ്മളൊന്ന് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞു എന്ന് നോട്ട് ചെയ്തോളി. എ കമ്മ്യൂണിറ്റി that consists of people living in a limited physical area and who have common interest and common ways of satisfying them. അതായത് ഒരു നിശ്ചിത ഏരിയയിൽ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ താല്പര്യവും അതേപോലെ തന്നെ സംതൃപ്തികൾക്കുള്ള വഴികളും ഒന്നായിരിക്കും. അത്തരത്തിലുള്ള ഏരിയയിൽ ജീവിക്കുന്ന ഒരു ജനതയെ ആണ് റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇനിയും പറയുന്നുണ്ട്. ഇനി നമ്മളിവിടെ പറയുന്നത് ഈ ഒരു റൂറൽ ഏരിയയിലുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്മാൾ സൈസ് ഓഫ്, അവിടുത്തെ ഫീച്ചർ തന്നെയാണ്, അവിടുത്തെ സവിശേഷത എന്താ വെച്ചാൽ സ്മാൾ സൈസ് ആയിരിക്കും, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഇലിട്രസിയും പോവർട്ടിയും കൂടുതലായിരിക്കും. അവിടെ പട്ടിണി ഉണ്ടാവും, അതേപോലെ തന്നെ നിരക്ഷരത ഉണ്ടാവും. അതേപോലെ തന്നെ അവിടുത്തെ ഓക്യുപ്പേഷൻ അധികം എന്തായിരിക്കും, ഈ ഒരു അഗ്രികൾച്ചർ ഫോം ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഇന്ത്യയുടെ സോഷ്യൽ വില്ലേജ് സൊസൈറ്റി എന്നുള്ളത് കൂടുതൽ 80% വില്ലേജ് സൊസൈറ്റിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമായിട്ടുള്ള റൂൾസുകളിന് പുറമെ സുപ്രസിദ്ധമായിട്ടുള്ള, അതായത് പ്രീഡോമിനൻ്റ് സുശക്തമായിട്ടുള്ള ഒരു നിയമങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. കാരണം 80% ഇന്ത്യയുടെ 80% പോപ്പുലേഷൻ എവിടെയാണ്, വില്ലേജുകൾ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ സുസ്ഥിരമായിട്ടുള്ള ഒരു റൂൾസ് വേണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രൈമറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമ്മളിനി നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. ഈ റൂറലിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറിയുന്ന കാര്യങ്ങൾ പഠിക്കാനും സുഖമാണല്ലോ അല്ലേ. പിന്നെ ഈ ഒരു പ്രിമിറ്റീവ് വില്ലേജ് എന്ന് പറയും, പ്രാചീന വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് സംഭവം എന്താ വെച്ചാൽ ഒന്നുമില്ല, അതിന് രണ്ടൊരു പെക്യുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പ്രത്യേകതരമായിട്ടുള്ള പെക്യുലർ എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നെന്താ വെച്ചാൽ അവിടുത്തെ കൈൻഷിപ്പാണ്. രണ്ടാമതെന്താ വെച്ചാൽ കളക്ടിവിറ്റീസ് ബയാസിസ്, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവിടുത്തെ കൈൻഷിപ്പും, രണ്ടാമതൊന്ന് കളക്ടിവിസ്റ്റിക്സ് ബയാസിസ്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ മീനിങ് ഓഫ് അർബൻ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം എന്താണ് അർബൻ സൊസൈറ്റി. അതിന് മുമ്പ് ഒരു ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിലെ അർബൺ പറയാണ്ട് കേട്ടോ, അത് വിട്ടുപോയതാണ്. അപ്പോൾ പറയാം.
പിന്നെ നമുക്കറിയാം ഒരു പിന്നെ അർബൻ സൊസൈറ്റി രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രാമപ്രദേശം രൂപം കൊള്ളുന്നത് പിന്നെ ഹ്യൂമൻ ഗ്രൂപ്പ്സുകൾ ഉണ്ടായി ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ആളുകൾ പിന്നെ ഒരു പിന്നെ അഗ്രികൾച്ചറിൽ പിന്നെ അവിടുത്തെ ഒരു ആ സ്കില്ലും അതേപോലെ തന്നെ അതിൻ്റെ ഐഡിയാസൊക്കെ കൂടുതൽ പഠിച്ചതിന് ശേഷം അവർ സ്ഥിര താമസമാക്കി. അങ്ങനെ വില്ലേജുകൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ലേ. അപ്പം ഈ ഒരു അർബൻ പിന്നെ എമർജൻസി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, എമർജൻ ഓഫ് അർബൻ സൊസൈറ്റി അല്ലേ, അത് സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഇവല്യൂഷൻ പിന്നെ എന്തിൻ്റെ ഈ നമ്മുടെ എന്താ പറയുക ടെക്നോളജി പരമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഇല്ലേ, വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്, ഈ അർബൻ സൊസൈറ്റി രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ആസ് എ റിസൾട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസിൻ്റെയും ടെക്നോളജികളുടെയും പിന്നെ വികസനത്തിൻ്റെ പരമായിട്ടാണ് എന്തുണ്ടായത്, ശാസ്ത്രീയപരമായിട്ടുള്ള പിന്നെ മറ്റു സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളുടെ വികസനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു അർബൻ സൊസൈറ്റി ഉണ്ടാവുന്നത്. ദർ ഹാസ് ബീൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലേ, നമ്മുടെ വ്യാവസായിക വിപ്ലവം അല്ലേ. ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ദർ ഈസ് അർബണൈസേഷൻ, അവിടെ എന്തുണ്ടായി, ഒരു നാഗരികത ഉണ്ടായി അല്ലേ. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് അർബൻ സൊസൈറ്റി ക്രിയേറ്റഡ്, അതിൻ്റെ ഈ അർബണൈസേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ എന്തായി, ഒരു അർബൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു നഗര പിന്നെ നാഗരിക ജീവിതം അല്ലേ അവിടെ തുടർന്നു എന്നുള്ളതാണ്. എവരി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ അർബൻ സൊസൈറ്റി. നമ്മുടെ കൺട്രികൾക്ക് നമുക്കറിയാം, അപ്പം അർബൻ സൊസൈറ്റിക്കൊക്കെ പറയാൻ പറ്റിയ കൺട്രി ഏതൊക്കെയാണ് നമുക്കറിയില്ല. അപ്പം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ അർബൻ സൊസൈറ്റിയിൽ പിന്നെ പിന്നെ ക്രൈറ്റീരിയകളാണ് ഉണ്ടാവുക. എല്ലാ കൺട്രികളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയകളാണ് ഉണ്ടാവുക. കാരണം അവിടുത്തെ പോപ്പുലേഷൻ നോക്കും, ലീഗൽ ലിമിറ്റ്സ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ പിന്നെ മാനദണ്ഡങ്ങൾ കേട്ടോ, അവിടുത്തെ ലീഗൽ ലിമിറ്റ്സ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഒക്യുപ്പേഷൻ, അതേപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ, ഇന്റേണൽ സോഷ്യൽ ഓർഗനൈസേഷന് അതൊക്കെ. അപ്പം അതൊക്കെ നോക്കിയിട്ടാണ് എന്തുണ്ടാവുക, ഒരു അർബൻ എന്നുള്ള വിളിക്കാൻ പറ്റുന്ന ഏതാണോ അതിനെയുള്ളൂ അർബൺ എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, അതൊക്കെ ഓരോ കൺട്രികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് തീരുമാനിക്കാം. അപ്പം ഈ ഒരു അർബൻ സൊസൈറ്റി എന്നുള്ളത് അത് അർബണൈസേഷൻ എന്നുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ ശേഷമാണ് ഇത് ഉണ്ടായത് എന്നുള്ളതാണ്. ഇനി നമുക്ക് മീനിങ് ഓഫ് അർബൻ സൊസൈറ്റിയിലെ എന്താണ്, ആൻ അർബൻ ഏരിയ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി. അവിടെ എന്തുണ്ടാവും, അവിടുത്തെ ഒരു സാന്ദ്രത എന്നുള്ളത് എന്താണ്, ഹയർ പോപ്പുലേഷൻ ആയിരിക്കും. 500 പോപ്പുലേഷനേക്കാട്ടും മോർ ദാൻ 500 പോപ്പുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 500 ആണല്ലോ. അപ്പം ഇത് 500-നേക്കാളും കൂടുതലായിട്ടായിരിക്കും എന്തുണ്ടാവുക, ഈ അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാവുക. ആ വാസ്റ്റ് ഹ്യൂമൻ ഫീച്ചർ പിന്നെ കമ്പാരിസൺ ടു ഏരിയ സറൗണ്ടിങ് ഇറ്റ് അല്ലേ, വാസ്റ്റ് ആയിരിക്കും അല്ലേ, ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം പിന്നെ ഒരു അർബൺ എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയൊരു ടെറിറ്ററി ഒന്നും ആയിരിക്കും ഉണ്ടാവുക, അത് വാസ്റ്റ് ഏരിയ ആയിരിക്കും. അത് അർബൻ ഏരിയാസ് ക്രിയേറ്റഡ് ആൻഡ് പിന്നെ ഫർദർ ഡെവലപ്മെൻറ്റ് ബൈ ദ പ്രോസസ് ഓഫ് അർബണൈസേഷൻ്റെ പിന്നെ കാരണത്താലാണ് ഈ അർബൻ ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഡെവലപ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് ഈ അർബണൈസേഷൻ്റെ കാര്യത്തിൽ. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പിന്നെ അർബൻ ഏരിയാസ് ആർ പ്ലേസ്ഡ് വിച്ച് സാറ്റിസ്ഫൈഡിങ് ദ ഫോളോവിങ് ക്രൈറ്റീരിയ. ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒരു 3 മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അർബൻ ഏരിയാസ് പിന്നെ അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. മിനിമം പോപ്പുലേഷൻ ഓഫ് അതിൻ്റെ മാനദണ്ഡം ഈ ഏരിയാസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പോപ്പുലേഷനും അതേപോലെ തന്നെ അവിടുത്തെ ഒക്യുപ്പേഷൻ അതേപോലെ തന്നെ അവിടുത്തെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടെറിറ്ററിയുടെ ഈ ഒരു പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, ഫസ്റ്റ് വൺ മിനിമം പോപ്പുലേഷൻ ഓഫ് പിന്നെ എത്ര വേണം, 500 എന്നുള്ളത് 5000-ലായില്ലേ. അറ്റ്ലീസ്റ്റ് 70% ഓഫ് ദ മെയിൻ വർക്കിംഗ് പോപ്പുലേഷൻ
എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രികൾച്ചറൽ പിന്നെ പ്രസ്യൂട്ട്സ്, അതായത് ഈ പിന്നെ നമ്മുടെ ഈ പോപ്പുലേഷൻ ഉണ്ടല്ലോ അവിടെ ഈ പിന്നെ 75% പിന്നെ ആണുങ്ങൾ എന്തായിരിക്കണം നോൺ അഗ്രികൾച്ചറൽ, അതായത് കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാത്ത രീതിയിലുള്ള ജോലിയുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനത്തെ ഉള്ള ടെക്നോളജി സയൻസ് പരമായിട്ടുള്ള ജോലി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് എ അറ്റ്ലീസ്റ്റ് 400% പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ പിന്നെ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ 1 കിലോമീറ്റർ വീതി, 1 കിലോമീറ്റർ അങ്ങനെ ഉണ്ടാവില്ല നീളം. ഒരു സ്ക്വയർ ഫീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ വീതിയും 1 മീറ്റർ അങ്ങനെയല്ലേ. സ്ക്വയർ ഫീറ്റ് പറയുമ്പോൾ സ്ക്വയർ ഫീറ്റ് ആണല്ലോ. ഒരടി നീളം ഒരടി വീതി. അതേപോലെ തന്നെ സ്ക്വയർ കിലോമീറ്ററിന് ഇപ്പം 1 കിലോമീറ്റർ വീതിയും 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയും ഉള്ള ഒരു മേഖലയിൽ ആ ഒരു ഏരിയയിൽ എത്ര ആളുകൾ വേണം? 400 പേഴ്സൺസ് വേണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അങ്ങനെ ഉള്ള ഒരു സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഒരു അർബൺ എന്നൊക്കെ വിളിക്കുക അല്ലേ. അങ്ങനത്തെ വിളിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അർബൺ എന്നൊക്കെ കൊച്ചി അല്ലേ, അതൊക്കെ അർബൺ നഗരങ്ങളാണ്. നമ്മുടെ വില്ലേജ് ഇവിടെ നമ്മുടെ അടുത്ത് നമ്മൾ ജീവിക്കുന്ന ചിലരൊക്കെ ചിലപ്പോൾ അർബണിലായിരിക്കും. നമ്മളെ സാധാരണ കൂടുതൽ ആളുകളും വില്ലേജുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദ ഗ്രോത്ത് ഓഫ് ലാർജ് സിറ്റീസ് ആൻഡ് contain the bulk of society population is very recent development, urbanization, part development. അതായത് ഈ സംഭവം എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈ സംവിധാനങ്ങൾക്കൊക്കെ റീസെൻ്റ്ലി ആയിട്ട് എന്ത് വരും, ഡെവലപ്മെന്റ് വരും. ഇനി ഇതിലേക്കാണ് കൂടുതലായിട്ടുള്ള ആളുകളാണ് അർബൺ എന്നൊക്കെ പറയും. ഈ ഓരോ ക്രൈറ്റീരിയകൾക്ക് എന്തുണ്ടാവും, മാറ്റങ്ങൾ സംഭവിച്ചു വരുന്നൊക്കെ ഉണ്ടാവണം. ഓക്കെ, ഇനി നമ്മൾ എല്ലാത്തിലും പറയണ്ടല്ലോ മേജർ ഫീച്ചർ, എല്ലാത്തിലും ഒരു ഫീച്ചർ പറയും പിന്നെ ഒരു മേജർ ഫീച്ചർ പറയില്ല. അപ്പോൾ ഈ നമ്മൾ അർബൺ ഏരിയയുടെ മേജർ ഫീച്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ അവിടെ കുറച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലാർജ് സ്കെയിൽ ഓഫ് ഡിവിഷൻ ഓഫ് ലേബേഴ്സ് ആൻഡ് സ്പെഷ്യലൈസേഷൻ അല്ലേ. അവിടുത്തെ പിന്നെ ലേബേഴ്സിൻ്റെ ഒക്കെ പിന്നെ ഓലൊക്കെ എന്താ പറയുക, ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ജോലികളായിരിക്കും അവർക്ക് എന്തുണ്ടാവും, ഈ അർബൺ ഏരിയകൾക്ക് ഉണ്ടാവും. കാരണം അഗ്രികൾച്ചർ ആയിട്ടുള്ള പിന്നെ സംവിധാനങ്ങൾക്ക് എതിരായിട്ടുള്ള ജോലികളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ പിന്നെ ഇൻഡിവിജ്വലൈസേഷൻ കൂടുതലായിരിക്കും. ഒരു കളക്റ്റീവ്നെസ് ഉണ്ടാവില്ല അവർക്ക്. കളക്റ്റീവ്നെസ് എന്നല്ല, ഒരു പിന്നെ അടുപ്പം കൂടുതൽ കുറവായിരിക്കും. ഇൻഡിവിജ്വൽ സ്വന്തം കാര്യം എന്നായിരിക്കും എവിടെ ഉണ്ടാവുക, ഈ ഒരു അർബൺ ഏരിയകളിൽ ഉണ്ടാവുക. ലാക്ക് ഓഫ് യൂണിറ്റി ഇൻ ഫാമിലി, കാരണം പിന്നെ ഈ യൂണിറ്റി ഫാമിലി ഉണ്ടാവുന്ന എവിടെയായിരിക്കും, നമ്മുടെ നൈബർഹുഡുമായിട്ട് പിന്നെ ഒരു പരസ്പര ബന്ധം ഉണ്ടാവുന്നത് വില്ലേജിലായിരിക്കും. പക്ഷേ ഇവിടെ എന്തായിരിക്കും, അത് കുറവായിരിക്കും. അതേപോലെ തന്നെ പിന്നെ അങ്ങനത്തെ കുറേ അൺസ്റ്റേബിൾ ഫാമിലി, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി അല്ലായിരിക്കും ഇവിടെ ഉണ്ടാവുക ഈ അർബൺ ഏരിയയിൽ. അധികം ആളുകളും ഈ കുടിയേറ്റക്കാരായിരിക്കും. ഈ ജോലി സംബന്ധമായിട്ട് വന്ന ആളുകൾ അവർ പിന്നെയും എങ്ങോട്ട് പോകും, ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റേബിൾ അല്ല, ഫാമിലി ഒന്നും സ്റ്റേബിൾ അല്ല അവിടെ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ ഉള്ളത്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഈ അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ എന്താണ് അർബൺ സൊസൈറ്റി എന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് റൂറൽ സൊസൈറ്റി എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, പിന്നെ റൂറലാണ് പോപ്പുലേഷനിൽ, അർബൺ കമ്മിയാണെന്നുള്ളതാണ്. ഇനി അടുത്ത പാർട്ടിലാണ് നമുക്ക് എന്താവും മെയിനായിട്ടുള്ള ഡൈവേഴ്സിറ്റിയും അതേപോലെ തന്നെ യൂണിറ്റിയൊക്കെ പഠിക്കാനുള്ളത്. ഏതായാലും ഇതെല്ലാവരും മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ നമുക്ക് അറിയുന്ന വിഷയമാണ്, എന്നാലും എല്ലാവരും ഇതൊന്നും എന്ത് ചെയ്യുക, പിന്നെ പോയിന്റ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി നോക്കാം. ഓക്കെ.